അഡ്വക്കേറ്റ് എ രാജ എം.എൽ.എയുടെ പേര് രേഖപ്പെടുത്തിയ ശിലാഫലകം കുപ്പത്തൊട്ടിയിലെറിഞ്ഞ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് CPIM. പഞ്ചായത്തിന്റെ ഓപ്പൺ ഓഡിറ്റോറിയവും വിശ്രമ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്ത ഫലകമാണ് UDF പൊളിച്ചു മാറ്റിയതെന്നാണ് ആരോപണം. എം.എൽ.എയുടെ പേര് നീക്കം ചെയ്യുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും ശിലാഫലകം ഓഡിറ്റോറിയത്തിൽ പുനഃസ്ഥാപിക്കണമെന്നും അടിമാലി CPIM നേതൃത്വം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് എ രാജ എം.എൽ.എയുടെ പേര് രേഖപ്പെടുത്തിയ ശിലാഫലകം കുപ്പത്തൊട്ടിയിലെറിഞ്ഞ അടിമാലി പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് CPIM ആരോപിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഓപ്പൺ ഓഡിറ്റോറിയവും വിശ്രമ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്ത ഫലകമാണ് UDF പൊളിച്ചുമാറ്റിയതെന്നാണ് ആരോപണം. എം.എൽ.എയുടെ പേര് നീക്കം ചെയ്യുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്നും CPIM അടിമാലി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി TK സുധേഷ് കുമാർ ആരോപിച്ചു. MLA ആണ് ആ ഓപ്പൺ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത്. അന്ന് ആ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് MLAയുടെ പേരെഴുതിയ ശിലാഫലകം അവിടെ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ UDF ഭരണസമിതി MLAയുടെ പേര് ഒഴിവാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആ ശിലാഫലകം അവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നു വരുന്നത്. അടിയന്തരമായി ആ ശിലാഫലകം ഓഡിറ്റോറിയത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ UDF ഭരണസമിതി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം CPIMന്റെ എല്ലാം അടക്കം നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് അറിയിക്കുകയാണ്. UDF ഭരണസമിതിയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. MLAയുടെ പേര് നീക്കം ചെയ്യുകയെന്ന ഗൂഢ ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളതെന്നും ആരോപിച്ചു. അടിയന്തരമായി ശിലാഫലകം ഓഡിറ്റോറിയത്തിൽ പുനഃസ്ഥാപിക്കണമെന്നും TK സുധേഷ് കുമാർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.